2012 ഒരു മഴക്കാലം കൊച്ചിയുടെ നഗരാന്തരീക്ഷം പതിവിനേക്കാൾ കൂടുതൽ ഭയാനകരമായിരുന്നു. ഇടിയും മിന്നലും നിറഞ്ഞ രാത്രിയിൽ 27-കാരനായ അനീഷ് തൻ്റെ സുഹൃത്തുക്കളുമായി മൊബൈലിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിലേക്കെത്തി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. എന്നാൽ ആ വിളി വിചിത്രമായി അവസാനിച്ചതോടെ അവനെ ലോകം മുഴുവൻ വിഴുങ്ങിയതുപോലെ ഒരു നിശബ്ദതയിലേക്ക് പോയിരുന്നു. ആ സമയത്ത് നഗരവീഥികൾ മഴയിൽ ശൂന്യമായിരുന്നെങ്കിലും വായുവിൽ ആരും കാണാനാവാത്തൊരു ഭാരം നിറഞ്ഞിരുന്നു. അത് മനുഷ്യന്റെ സാന്നിധ്യത്തിനല്ല, മറിച്ച് ഇരുട്ടിന്റെ ഉടമസ്ഥതയ്ക്കായിരുന്നു. പുലർച്ചെ നഗരത്തിലെ ഒരു പാലത്തിന്റെ അരികിൽ അനീഷിന്റെ ബൈക്ക് ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഹെൽമറ്റ് റോഡിൽ വീണ് കിടന്നിരുന്നു. മൊബൈൽ ഫോൺ ഓഫായിരുന്നു. മഴയാൽ തെന്നിമാറിയ റോഡുകൾക്കിടയിൽ ബൈക്ക് അങ്ങനെ നിശ്ചലമായി നിന്നത് ഒന്നും സംഭവിച്ചില്ലെന്ന പോലെ. എന്നാൽ അതിന് ചുറ്റുമുള്ള വായുവിലെ ഒരു അന്യമായ ചോടില്ലാത്ത കമ്പനം. കുടുംബവും സുഹൃത്തുക്കളും ഭീതിയിൽ മുങ്ങി. പോലീസിനെ വിവരമറിയിച്ചു. ആരും പറയാതെ അവർക്കെല്ലാം മനസ്സിലായിരുന്നു. അനീഷ് രാത്രിയിൽ വീട്ടിലേക്ക് തിരികെ വന്ന വഴിയിൽ സാധാരണക്കാരൻ കടന്നു പോകുന്ന വഴിയല്ല, മറിച്ച് ഒരു അവസാനമില്ലാത്ത ഇരുട്ടിന്റെ വഴിയായിരുന്നു. തിരച്ചിൽ സംഘം പാലത്തിനടിയിലൂടെ വെള്ളത്തിൽ പരിശോധന നടത്താൻ തുടങ്ങി. മണിക്കൂറുകൾക്കിപ്പുറം അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ആരും വിശ്വസിക്കാനാകാതെ പോയി. മുഖത്ത് വലിയ പരിക്കുകളൊന്നുമില്ല. വാഹനാപകടത്തിന്റെ എന്തെങ്കിലും സൂചനകൾ പോലും ആ പ്രദേശത്തില്ല. ശരീരം വെള്ളത്തിൽ കിടന്നിരുന്നതിനാലും വിചിത്രമായി ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തത മനുഷ്യർക്കിടയിലെ മരണശാന്തിയല്ലായിരുന്നു, മറിച്ച് ഒന്നും പറയാത്തതുപോലെ പിടിച്ചിരുത്തൽ പോലെ. മരണത്തിന്റെ കാരണം കണ്ടെത്താനാകാതെ പോലീസും കുഴങ്ങി. എന്നാൽ നാട്ടുകാരുടെ മനസ്സിൽ ഒരേ ചോദ്യം ഉയർന്നു: അത് ഒരു അപകടമായിരുന്നു, അല്ലെങ്കിൽ പാലത്തിനടിയിലെ ഇരുട്ടിന് തന്നെ ഒരു വിശപ്പുണ്ടോ? കേസിന്റെ സ്പൈൻ ചില്ലിംഗ് വിവരം പുറത്തു വന്നത് അനീഷിന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു ചെറുവാചകത്തിലൂടെയായിരുന്നു. കോളിന്റെ അവസാനം അനീഷിന്റെ ശബ്ദം മങ്ങിപ്പോയതിന് പിന്നാലെ മറ്റൊരു ശബ്ദം, ഒരു ഭാരം കൂടിയ തണുത്ത ദൂരെ ഇരുന്ന് വരുന്നത് പോലെ തോന്നിക്കുന്ന ഒരു ശ്വാസം. മനുഷ്യന്റെ ശ്വാസത്തേക്കാൾ കൂടുതലായി അത് മരണത്തിന്റെ വായുവിനോട് സാമ്യമുള്ളതായിരുന്നു. സുഹൃത്ത് അത് പറയുമ്പോൾ പോലും അവന്റെ ശരീരത്തിൽ വിറയലുകൾ വീണു. കാരണം ആ ശബ്ദം അദ്ദേഹത്തിന്റെ ചെവികളിൽ ഇന്നും ജീവിച്ചിരുന്നു. ഒരു നോർമൽ കോളിന്റെ അവസാനത്തിൽ കേൾക്കാൻ പാടില്ലാത്ത, അർത്ഥമില്ലാത്ത, മനുഷ്യരല്ലാത്ത ഒരു സാന്നിധ്യം. അനീഷിന്റെ സംസ്കാരം കഴിഞ്ഞെങ്കിലും ഭീതിയുടെ കഥ നഗരത്തിൽ നിന്ന് പോകാൻ എങ്ങും തയ്യാറായില്ല. നാട്ടുകാർ പറയുന്നത് രാത്രി പാലത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ വായുവിൽ ഒരു ഭാരമുള്ള സാന്നിധ്യം അനുഭവപ്പെടും. മഴ പെയ്യുന്ന രാത്രികളിൽ, പ്രത്യേകിച്ച് ഇടിയും മിന്നലുമുള്ള സമയത്ത്, പാലത്തിന്റെ അരികിൽ ഹെൽമറ്റ് ധരിച്ച ഒരു യുവാവിന്റെ ആകൃതി നിൽക്കുന്നത് പലരും കണ്ടതായി സാക്ഷ്യപ്പെടുത്തി. എന്നാൽ ആരെങ്കിലും അടുത്തു ചെന്നാൽ ആ ആകൃതി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. പിന്നെ മാത്രം കേൾക്കുന്നത് ചെവിക്ക് അതിന് സമീപത്ത് ഭാരം കൂടിയ ഒരു തണുത്ത ശ്വാസം മാത്രമാണ്. നഗരവീഥികളുടെ ഭീതി വളരെയധികം ഉയർന്നപ്പോൾ നാട്ടിൽ പഴക്കം ചെന്നവർ പറഞ്ഞു തുടങ്ങി, ആ പാലം ശാപിത പാലമാണെന്ന്. വർഷങ്ങൾക്ക് മുൻപ് പാലം പണിതപ്പോൾ തന്നെ രാത്രികളിൽ തൊഴിലാളികൾ മരണമടഞ്ഞ കഥകൾ നിലനിന്നിരുന്നു. മഴയുള്ള രാത്രികളിൽ അവരുടെ നിലവിളികൾ കേൾക്കുന്നവരും ഉണ്ടായിരുന്നു. അനീഷിന്റെ മരണം അതിനാൽ ഒരു അപകടമല്ല, മറിച്ച് പഴയ ശാപത്തിന്റെ തുടർച്ച മാത്രമാണെന്ന് അവർ പറഞ്ഞിരുന്നു. പോലീസിനും അത് നിഷേധിക്കാൻ തെളിവുകൾ ഉണ്ടായിരുന്നു. കാരണം അനീഷിന്റെ ശരീരത്തിലുണ്ടായിരുന്ന അത്യന്തം വിചിത്രമായ മുട്ടിവെക്കൽ ലക്ഷണങ്ങൾ ഒരിക്കലും വിശദീകരിക്കാനായിട്ടില്ല. കാലം കടന്നു പോയിട്ടും അനീഷിന്റെ കുടുംബത്തിന് രാത്രികൾ ഹൊറർ നിശകളായി തുടരുകയാണ്. വീട്ടിൽ പലപ്പോഴും മൊബൈൽ ഫോൺ ഒറ്റയ്ക്ക് മണിയടിക്കുകയും എടുക്കുമ്പോൾ മറുവശത്ത് ആരും ഇല്ലാതിരിക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും കോളിന്റെ അവസാനത്തിൽ കേൾക്കപ്പെടുന്നത് അതേ ശ്വാസം. പലതവണ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വഴി കണ്ടെത്തുന്നില്ല. എന്നാൽ സുഹൃത്തുക്കൾക്കറിയാമായിരുന്നു അത് അനീഷല്ല, മറിച്ച് പാലത്തിനടിയിലെ ഇരുട്ട് അവന്റെ രൂപത്തിൽ വീട്ടിലേക്ക് കടക്കാൻ നോക്കുകയാണ്. നഗരത്തിൽ വാഹനാപകടങ്ങളോ പാലത്തിനരികിൽ വഴിതെറ്റിപ്പോയ ആളുകളോ സംഭവിക്കുമ്പോൾ നാട്ടുകാർ ഉറപ്പായും പറയുമായിരുന്നു, ഇവനെ അനീഷാണ് കൂട്ടിക്കൊണ്ടുപോയത്. മഴയുള്ള രാത്രികളിൽ യുവാക്കളെയാണ് കാണാതാവുന്നതെന്ന് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. എല്ലാം അനീഷിന്റെ മരണത്തിന് ശേഷം മാത്രം തുടങ്ങിയതാണ്. വാർത്തകൾ പുറത്തു വന്നില്ലെങ്കിലും നഗരത്തിന്റെ രാത്രി ജീവിച്ചിരുന്നവർക്കെല്ലാം അത് മനസ്സിലായിരുന്നു. പാലത്തിന്റെ അരികിൽ രാത്രി 11:30 കേൾക്കുന്ന ഒരു ശ്വാസം തന്നെ കൊച്ചിയുടെ ഏറ്റവും ഭീതിജനകമായ അടയാളമായി മാറിയിരുന്നു. ഇന്നും മഴയുടെ കരിമേഘങ്ങൾ മിന്നലിനൊപ്പം ആകാശം കീറുമ്പോൾ പാലത്തിനരികിലൂടെ പോകുന്നവർ പറയുന്നു, ഹെൽമറ്റ് ധരിച്ചൊരു യുവാവ് അവിടെ നിൽക്കുന്നുണ്ടെന്ന്. ആരെങ്കിലും കണ്ണുരുട്ടുമ്പോൾ അവൻ കാണാതാകും.
പിന്നെ മാത്രം ഒരു ചെവി പിടിക്കുന്ന സ്പൈൻ ഫ്രീസിങ് ശ്വാസം മാത്രം. ആരും തിരിച്ചറിയാത്ത, ആരും രക്ഷിക്കാനാകാത്ത മരിച്ചവരുടെ ലോകത്തു നിന്നും വരുന്ന ഒരു ശ്വാസം മാത്രം.